ഇമ്പൾസ്. സോ നമ്മൾ നോക്കാൻ പോകുന്നത് ഫാർമസ്യൂട്ടിക്കൽ അനാലിസിൻ്റെ ഇൻട്രൊഡക്ഷൻ ആണ്, ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ ആണ് കേട്ടോ. സോ ബേസിക്കലി എന്താണ് ഫാർമസ്യൂട്ടിക്കൽ അനാലിസിസ്? നമുക്ക് എല്ലാവർക്കും അറിയാം, കെമിസ്ട്രി എന്ന് പറയുന്നതിൻ്റെ ഒരു അഡ്വാൻസ്ഡ് വേർഷനാണ് ഫാർമസ്യൂട്ടിക്കൽ അനാലിസിസ് എന്ന് എല്ലാവർക്കും അറിയാം അല്ലേ. സോ ബേസിക്കലി കെമിസ്ട്രി എന്ന് പറയുന്നത് നമ്മുടെ ക്വാളിറ്റി കൺട്രോൾ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ക്വാളിറ്റി അഷ്വറൻസ് ആയിക്കോട്ടെ, വാട്ട് എവർ ഏതൊരു സാധനം നമ്മുടെ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രിയിൽ മാത്രമല്ല ഒരുപാട് ഫീൽഡിൽ നമ്മളെ ഒരുപാട് തരത്തിൽ നമ്മളെ ഈ ഫാർമസ്യൂട്ടിക്കൽ അനാലിസിസും കെമിസ്ട്രിയും ഒക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുമാത്രമല്ല ഓരോ സ്റ്റേജുകളിലും നമ്മളെ ഈ ഫാർമസ്യൂട്ടിക്കൽ അനാലിസിസ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ലൈക്ക് പ്രീ ചെക്ക്, പോസ്റ്റ് ചെക്ക്, അല്ലെങ്കിൽ റോ മെറ്റീരിയൽ ക്വാളിറ്റി കൺട്രോൾ ചെക്ക്, അങ്ങനെ ഒരുപാട് ചെക്ക് പോയിന്റ്സിൽ നമ്മളെ ഈ ഫാർമസ്യൂട്ടിക്കൽ അനാലിസിസ് നമ്മളെ ഹെൽപ്പ് ചെയ്യാറുണ്ട് അല്ലേ. സോ ഇത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ബേസിക് കാര്യമാണ്. സോ നെക്സ്റ്റ് വൺ നമ്മൾ നോക്കാൻ പോകുന്ന സ്കോപ്പ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ അനാലിസിസ് ആണ്. അതിൽ ഫസ്റ്റ് വൺ നമ്മൾ പറഞ്ഞ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ആണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, പല തരത്തിലുള്ള റിസർച്ചുകളും അല്ലെങ്കിൽ പല തരത്തിലുള്ള ഡെവലപ്മെന്റുകളും അല്ലെങ്കിൽ സ്റ്റഡീസുകളൊക്കെ മുമ്പോട്ട് പോകുന്നതും ഫോർമുലേഷൻസ് പോലും ഒപ്റ്റിമൈസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു ബ്രാഞ്ചായിട്ട് അനാലിസിസ് നമുക്ക് വർക്ക് ചെയ്യുന്നുണ്ട്. രണ്ട് ക്വാളിറ്റി കൺട്രോൾ ആണ്, അതായത് റോ മെറ്റീരിയൽസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇന്റർമീഡിയറ്റ് പ്രൊഡക്ട്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഫിനിഷ്ഡ് ഫാർമസ്യൂട്ടിക്കൽ പ്രൊഡക്ട്സ് ആയിക്കോട്ടെ, അതിൻ്റെ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സും റെഗുലേറ്ററി റിക്വയർമെന്റും കംപ്ലൈ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് പോലും അറിയാനായിട്ട് നമ്മൾ അനാലിസിസ് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ നെക്സ്റ്റ് വൺ ഈസ് റെഗുലേറ്ററി കംപ്ലൈൻസ് ആണ്. അപ്പോൾ ഞാൻ ഓൾറെഡി റെഗുലേറ്ററി റിക്വയർമെന്റ് എന്ന് ക്വാളിറ്റി കൺട്രോളിൽ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഒരു അഡ്വാൻസ് വേർഷൻ തന്നെയാണ് റെഗുലേറ്ററി കംപ്ലൈൻസ് പറയുവാണെങ്കിൽ. അതായത് നമുക്ക് ന്യൂ ഡ്രഗ് ഡെവലപ്മെൻ്റ് ഒക്കെ ചെയ്യുമല്ലോ, അല്ലെങ്കിൽ ന്യൂ IND അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ ന്യൂ ഡ്രഗ് ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ സമയത്തും, അല്ലെങ്കിൽ ന്യൂ ഡ്രഗ് ആപ്ലിക്കേഷൻ റെഗുലേഷൻ അതോറിറ്റീസിനും ഒക്കെ നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള എവിഡൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ എസെൻഷ്യൽ ആയിട്ടുള്ള ഡേറ്റാസ് കൊടുക്കാനും നമുക്ക് ഈ ഫാർമസ്യൂട്ടിക്കൽ അനാലിസിസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ ഈ ന്യൂ ഡ്രഗിൻ്റെയൊക്കെ ഇൻവെസ്റ്റിഗേഷനും അല്ലെങ്കിൽ പുതിയ ഡ്രഗുകളുടെയൊക്കെ ഡെവലപ്മെൻറ്റ് സമയങ്ങളിൽ നമുക്ക് ഈ ഡ്രഗുമായിട്ട് ബന്ധപ്പെട്ട പല തരത്തിലുള്ള അനലിറ്റിക്കൽ ഡേറ്റകൾ കൊടുക്കേണ്ട ആവശ്യം വരാറുണ്ട്. ആ സമയത്താണ് നമുക്ക് ഇൻവെസ്റ്റിഗേഷൻ ന്യൂ ഡ്രഗ് ആപ്ലിക്കേഷൻ പോലുള്ള നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ റെഗുലേറ്ററി റിക്വയർമെൻറ്റ്സും ഒക്കെ നമുക്ക് നോക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഫാർമസ്യൂട്ടിക്കൽ അനാലിസിസ് വളരെ രീതിയിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യാറുണ്ട് എന്നുള്ളതാണ്. സോ നെക്സ്റ്റ് വൺ ഈസ് പ്രോസസ് അനലിറ്റിക്കൽ ടെക്നോളജി ആണ്. അത് റിയൽ ടൈം മോണിറ്ററിംഗ് ആണ്. നമുക്കിപ്പോൾ എക്സാമ്പിൾ ഒരു ഡ്രഗ് നമ്മുടെ കയ്യിലുണ്ട്, ആ ഡ്രഗിൻ്റെ കറണ്ട് ആയിട്ടുള്ള അനലിറ്റിക്കൽ സ്റ്റാറ്റസുകൾ അറിയണം, അല്ലെങ്കിൽ എത്രത്തോളമാണ് ക്വാളിറ്റി ഉള്ളത്, എത്രത്തോളം നമുക്ക് അതിൻ്റെ എഫിഷ്യൻസി ഉണ്ട് എന്നുള്ളൊക്കെ പോയിന്റ്സുകളൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തിനു വേണ്ടി സഹായിക്കാറുണ്ട്? അനലിറ്റിക്കൽ കെമിസ്ട്രി നമ്മളെ ഒരുപാട് തരത്തിൽ ഹെൽപ്പ് ചെയ്യാറുണ്ട്. സോ ബേസിക്കലി റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്, ക്വാളിറ്റി കൺട്രോൾ, റെഗുലേറ്ററി കംപ്ലൈൻസ് ആൻഡ് പ്രോസസ് അനലിറ്റിക്കൽ ടെക്നോളജി. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ സ്കോപ്പുകളെന്ന് പറഞ്ഞാൽ. സോ ഇനി ക്വാളിറ്റേറ്റീവ് അനാലിസിസ് ഇൻ ഫാർമസ്യൂട്ടിക്കൽ. സോ ക്വാളിറ്റേറ്റീവ് അനാലിസിസും ഉണ്ട്, ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസും ഉണ്ട്. അപ്പോൾ നമ്മുടെ ഈ അനലിറ്റിക്കൽ കെമിസ്ട്രി തന്നെ ബേസിക്കലി വർക്ക് ചെയ്യുന്നത് ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് എന്ന് വെച്ചിട്ടാണ്. അപ്പോൾ എന്താണ് ഈ ക്വാളിറ്റേറ്റീവ്, എന്താണ് ഈ ക്വാണ്ടിറ്റേറ്റീവ്? സോ ബേസിക്കലി ക്വാളിറ്റേറ്റീവ് കാരണം ക്വാളിറ്റി ആണല്ലേ. സോ ബേസിക്കലി അവിടെ നമ്മൾ പല തരത്തിലുള്ള കെമിക്കൽ റിയാക്ഷൻസുകളൊക്കെ ഉപയോഗിച്ച് കൊണ്ടാണ് നമ്മളിവിടെ ക്വാളിറ്റേറ്റീവ് അനാലിസിസ് നമ്മൾ ചെയ്യുന്നത്. അതായത് സ്പെക്ട്രോസ്കോപ്പിക് മെത്തേഡ്സുകളൊക്കെ നമ്മൾ വെച്ചുകൊണ്ട് ഒരു സാധനം ഉണ്ടോ ഇല്ലയോ, അല്ലെങ്കിൽ ഇപ്പോൾ എക്സാമ്പിൾ ഫങ്ഷണൽ ഗ്രൂപ്പ് നമുക്ക് അറിയണം, ഒരു സ്പെസിഫിക് കോമ്പൗണ്ടിൻ്റെ ഫങ്ഷണൽ ഗ്രൂപ്പ് അറിയണം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയണം എന്നുണ്ടെങ്കിൽ അതിനു വേണ്ടി നമ്മൾ ചെയ്യാനുള്ള ഐഡൻറ്റിഫിക്കേഷൻ ടെസ്റ്റിനൊക്കെ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ബ്രാഞ്ചാണ് ക്വാളിറ്റേറ്റീവ് അനാലിസിസ് നമുക്ക് പറയാം. രണ്ട് ഇംപ്യൂരിറ്റി പ്രൊഫൈലിംഗ് ആണ്. അതായത് നമുക്ക് ക്രൊമാറ്റോഗ്രാഫിക് ടെക്നിക്കുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഇംപ്യൂരിറ്റി ഉണ്ടോ, അല്ലെങ്കിൽ പ്രൊഡക്റ്റിൽ എന്തെങ്കിലും കണ്ടാമിനേഷൻസ് ഉണ്ടോ, ഈ ഫോർമുലേഷനിലൊക്കെ എന്തെങ്കിലും കണ്ടാമിനേഷൻ ഉണ്ടോ ഇല്ലയോ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാനായിട്ട് പറ്റും. അപ്പോൾ ഇംപ്യൂരിറ്റി പ്രൊഫൈൽ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. സോ നെക്സ്റ്റ് വൺ ഈ സ്ട്രക്ചറൽ എലൂസിഡേഷൻ ആണ്. അതായത് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സ്പെക്ട്രോസ്കോപ്പിക് ടെക്നിക്കിലേക്ക് NMR, MS, എക്സ്റേ ക്രിസ്റ്റലോഗ്രഫി പോലുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പുതിയ ടെക്നോളജികൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ പുതിയ ടെക്നോളജികളുടെ മോളിക്കുലർ സ്ട്രക്ചേഴ്സ്, ഡോക്കിങ്, അല്ലെങ്കിൽ നമുക്ക്
അൺനോൺ സബ്സ്റ്റൻസ് ഒക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ക്വാളിറ്റേറ്റീവ് അനാലിസിസ് നമ്മൾ ഒരുപാട് വിധത്തിൽ ഹെൽപ്പ് ചെയ്യാറുണ്ട്. ആൻഡ് ലാസ്റ്റ് വൺ ഈസ് ബയോളജിക്കൽ അസേ ആണ്. അത് മൈക്രോ ബയോളജിക്കൽ അല്ലെങ്കിൽ സെൽ ബേസ്ഡ് ടെസ്റ്റുകളൊക്കെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനും അസസ് ചെയ്യാനും ഒക്കെ നമുക്ക് ചില സെർട്ടൈൻ ആയിട്ടുള്ള ഫാർമസ്യൂട്ടിക്കൽ കോമ്പൗണ്ട്സുകളിൽ ഈ ബയോളജിക്കൽ അസേയിൽ പോലും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ബേസിക്കലി നിങ്ങൾ നോക്കേണ്ട പോയിന്റ്സ്, ക്വാളിറ്റേറ്റീവ് അനാലിസിസ് എന്ന് പറയുമ്പോൾ ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ടെസ്റ്റ് ഉണ്ട്, ഇമ്പ്യൂരിറ്റി അറിയാൻ വേണ്ടി നമ്മൾ ചെയ്യാറുണ്ട്, മോളിക്യൂൾസിന് സ്ട്രക്ചർ എലുഡേഷൻ അറിയാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കാറുണ്ട്, ആൻഡ് ബയോളജിക്കൽ അസേസ് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇത്രയുമുള്ള മേജർ പോയിന്റ്സുകൾ മനസ്സിലാക്കി വെക്കുക. സോ നെക്സ്റ്റ് വൺ ഈസ് ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് ആണ്. സോ ബേസിക്കലി ക്വാണ്ടിറ്റി ആണ് നമ്മൾ അറിയുന്നത്. സോ ക്വാണ്ടിറ്റി നമ്മൾക്ക് അറിയാം, അത് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത്. സോ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ടെക്നിക്സിൽ ഫസ്റ്റ് വൺ ഈസ് ടൈട്രോമെട്രിക് മെത്തേഡ് ആണ്. സോ ടൈട്രോമെട്രിക് മെത്തേഡ്സിനകത്ത് വരുന്നതാണ് വോളിമെട്രിക് അനാലിസിസ് ടെക്നിക് ലൈക്ക് ആസിഡ് ബേസ്ഡ് ടൈട്രേഷൻ, റിഡോക്സ് ടൈട്രേഷൻ, കോംപ്ലക്സോമെട്രിക് ടൈട്രേഷൻ ഒക്കെയാണ് ഉപയോഗിക്കുക. സോ നമ്മൾ ഫാർമസ്യൂട്ടിക്കൽ ആക്റ്റീവ് ഇൻഗ്രീഡിയൻറ്റ് എത്രയാണ്, അത് പ്രിസൈസ് ആയിട്ട് എത്രത്തോളം ഉണ്ട് എന്നൊക്കെ അറിയാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെത്തേഡ്സുകളാണ് ടൈട്രോമെട്രിക് മെത്തേഡ്. സോ ബേസിക്കലി ഞാൻ പറഞ്ഞു വോളിമെട്രിക് അനാലിസിസ് ടെക്നിക്കാണ്, ആസിഡ് ബേസ്ഡ് ടൈട്രേഷൻ ഉണ്ട്, റെഡോക്സ് ഉണ്ട്, മറന്നു പോകുന്നത് ക്ലാസിഫിക്കേഷൻ ആണ്. സോ നെക്സ്റ്റ് വൺ ഈസ് ഇൻസ്ട്രുമെന്റൽ മെത്തേഡ്സ് ഉണ്ട്. അവിടെയാണ് നമ്മൾ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള അനലിറ്റിക്കൽ ഇൻസ്ട്രുമെന്റ്സുകൾ ഉപയോഗിക്കുന്നത്. HPLC, GC, UV വിസിബിൾ സ്പെക്ട്രോമെട്രി അല്ലെങ്കിൽ അറ്റോമിക് അബ്സോർപ്ഷൻ സ്പെക്ട്രോസ്കോപ്പി ഒക്കെയാണ് നമ്മൾ ഉപയോഗിക്കുക. സോ ബേസിക്കലി ആക്യുറേറ്റ് ആയിട്ടുള്ള ക്വാണ്ടിഫിക്കേഷൻ, അതായത് നമുക്ക് എത്രത്തോളം ഡ്രഗ് സബ്സ്റ്റൻസ് ഉണ്ട്, അത് കുറച്ചളവിൽ ട്രേസ് എമൗണ്ടിൽ പോലും ഉണ്ടെങ്കിൽ നമുക്ക് അതുപോലും ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു മെത്തേഡാണ് ഇൻസ്ട്രുമെന്റൽ മെത്തേഡ്. ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ ഒരുപാട് അഡ്വാൻസ്ഡ് അനലിറ്റിക്കൽ ഇൻസ്ട്രുമെന്റ്സുകൾ ഉപയോഗിക്കാറുണ്ട്. HPLC, GC, UV സ്പെക്ട്രോമെട്രി, ഇങ്ങനെയുള്ള ഒരുപാട് മെത്തേഡ്സുകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കുറച്ച് ട്രേസ് മെറ്റീരിയൽസ് പോലും ഉണ്ടെങ്കിൽ നമുക്കത് അറിയാനായിട്ട് പറ്റും. സോ നെക്സ്റ്റ് വൺ ഈസ് ഗ്രാവിമെട്രിക് അനാലിസിസ് ആണ്. ഇവിടെ എന്താ വെച്ചാൽ പ്രിസൈസ് ആയിട്ടുള്ള വെയിങ് ആണ് ബേസിക്കലി ഉദ്ദേശിക്കുന്നത്. അതായത് ഇവിടെ നമ്മൾ ഏറ്റവും കൂടുതൽ എത്രത്തോളം പ്രസിപ്പിറ്റേറ്റ്സുകൾ കാണുന്നുണ്ട്, എത്രത്തോളം റെസിഡ്യൂസ് നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റുന്നുണ്ട്, ഒരു സാമ്പിൾസ് നമുക്ക് സ്പെസിഫിക് ആയിട്ടുള്ള കമ്പൗണ്ട് എത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെത്തേഡ്സ് ആണ് കൂടുതലും ഗ്രാവിമെട്രിക് അനാലിസിസിനകത്ത് കൂടുതലായിട്ട് വരുന്നത് കേട്ടോ. ഞാൻ പോകുന്നത് ക്രൊമാറ്റോഗ്രാഫിക് ടെക്നിക്സ് ആണ്. ഫാർമസ്യൂട്ടിക്കൽ അനാലിസിസ് നമ്മൾ ഉപയോഗിക്കുന്ന ക്രൊമാറ്റോഗ്രാഫിക് ടെക്നിക്സ് ആണ്. സോ നമുക്ക് എല്ലാവർക്കും അറിയാം സാമ്പിൾസ് എക്സ്ട്രാക്ട് ചെയ്യാനും പ്യൂരിഫൈ ചെയ്യാനും എത്രത്തോളം കോൺസെൻട്രേഷൻ ആണ് ഉള്ളത് അല്ലെങ്കിൽ എത്രത്തോളം ആണ് എന്നുള്ള കണക്കുകളൊക്കെ അറിയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മെത്തേഡിൻ്റെ ബേസിക് പ്രിൻസിപ്പിളാണ് ക്രൊമാറ്റോഗ്രാഫിക് ടെക്നിക്സിന് ഉള്ളത്. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് സെപ്പറേറ്റ് ചെയ്യാറുള്ളത്? സോ ബേസിക്കലി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇൻഡിവിജ്വൽ കമ്പോണൻസ് പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫിസിക്കൽ പ്രോപ്പർട്ടി, കെമിക്കൽ പ്രോപ്പർട്ടിയൊക്കെ വെച്ചിട്ട് നമുക്ക് ഇവിടെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഒരുപാട് ക്രൊമാറ്റോഗ്രാഫിക് മെത്തേഡ്സുകൾ ഉപയോഗിക്കാറുണ്ട്. HPLC, GC, TLC ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. സോ ഇതൊക്കെ നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ, ഓൾറെഡി നമുക്ക് സെപ്പറേഷൻസ് പഠിക്കാനുണ്ട്. സോ നെക്സ്റ്റ് വൺ ഇസ് ഡിറ്റക്ഷൻ ആണ്. സോ നമുക്ക് ഒരുപാട് സ്പെസിഫിക് ഡിറ്റക്ടേഴ്സ് നമുക്ക് ക്രൊമാറ്റോഗ്രാഫിയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും. UV ആൻഡ് മാസ് സ്പെക്ട്രോമെട്രി, അങ്ങനെയുള്ള ഒരുപാട് ഡിറ്റക്ടേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഹൈ സെൻസിറ്റിവിറ്റി അല്ലെങ്കിൽ സെലക്ടിവിറ്റി പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതനുസരിച്ച് നമുക്ക് കോമ്പൗണ്ട്സിനെ ക്വാണ്ടിഫൈ ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളതാണ്. സോ ബേസിക്കലി ക്വാണ്ടിറ്റേറ്റീവ് എങ്കിൽ ക്വാണ്ടിഫിക്കേഷനും, ക്വാളിറ്റി ആണെന്നുണ്ടെങ്കിൽ ക്വാളിറ്റേറ്റീവ് ആണെങ്കിൽ ക്വാളിറ്റി ആണെന്നുള്ളത് മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ്. ആൻഡ് ഡേറ്റ അനാലിസിസ് ആണ്. സോ നമുക്ക് ഒരുപാട് രീതിയിൽ നമുക്ക് ഡേറ്റാസ് ഇൻ്റർപ്രറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഫൈനലായിട്ട് ഔട്ട്പുട്ട് കൊണ്ടുപോകാനും പറ്റും എന്നുള്ളതാണ്. സോ നെക്സ്റ്റ് വൺ ഈ സ്പെക്ട്രോസ്കോപ്പിക് മെത്തേഡ്സുകളാണ് പറയാൻ പോകുന്നത്. ഒരുപാട് സ്പെക്ട്രോസ്കോപ്പിക് മെത്തേഡ്സ് ഉണ്ട്. അതിൽ ഫസ്റ്റ് വൺ പറയുന്നത് UV വിസിബിൾ സ്പെക്ട്രോസ്കോപ്പിയാണ്. UV വിസിബിൾ സ്പെക്ട്രോസ്കോപ്പി. സോ നമ്മൾ വൈഡ്ലി ഉപയോഗിക്കുന്ന ഒരു മെത്തേഡ് തന്നെയാണ് UV വിസിബിൾ സ്പെക്ട്രോസ്കോപ്പി എന്ന് പറഞ്ഞാൽ. സോ ബേസിക്കലി ഒരു UV വിസിബിൾ റീജിയൻ ഉണ്ടായിരിക്കും. സോ അത് വെച്ചിട്ട് നമ്മൾ ഹൈ സെൻസിറ്റിവിറ്റി അല്ലെങ്കിൽ സിംപ്ലിസിറ്റി ഒക്കെ ഉള്ള കോമ്പൗണ്ട്സ് നമ്മൾ തിരിച്ചറിയാണ് ചെയ്യുക. സോ UV വിസിബിൾ സ്പെക്ട്രോസ്കോപ്പി നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ. സോ ബേസിക്കലി UV വിസിബിൾ സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയുന്നത് ഒരു ക്വാളിറ്റേറ്റീവ് അനാലിസിൽ ഡ്രഗ്സിൻ്റെ ഒക്കെ അനാലിസിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മോസ്റ്റ് കോമൺ മെത്തേഡാണ് UV വിസിബിൾ സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയാം.
അതായത് ലൈക്ക് മോസ്റ്റ് ഓഫ് ദ ഡ്രഗ്സ് ദറ്റ് അബ്സോർബ് ലൈറ്റ് ഇൻ ദ UV വിസിബിൾ റീജിയൻ. അപ്പോൾ UV വിസിബിൾ റീജിയനിൽ തന്നെ എന്തെന്നു ഈ ഡ്രഗ്സുകൾ മോസ്റ്റും ലൈറ്റിനെ അബ്സോർബ് ചെയ്യുകയും അങ്ങനെ നമുക്ക് ഹൈ സെൻസിറ്റിവിറ്റി ഉള്ളതും അല്ലെങ്കിൽ സിംപ്ലിസിറ്റി ഉള്ള ഡ്രഗ്സിനെയൊക്കെ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്ത് മനസ്സിലാക്കാനായിട്ട് പറ്റും. ആൻഡ് NMR ആണ്, ന്യൂക്ലിയർ മാഗ്നറ്റിക് റെസൊണൻസ് ആണ്. സോ ഒരു ഡ്രഗിൻ്റെയോ അല്ലെങ്കിൽ ഒരു കോമ്പൗണ്ടിൻ്റെയോ ഒക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള സ്ട്രക്ചറൽ ഇൻഫോർമേഷൻസ് നമുക്ക് തരാനായിട്ട് പറ്റും. സോ ന്യൂ ഡ്രഗ് മോളിക്യൂൾ ഐഡൻറ്റിഫിക്കേഷനിലൊക്കെ നമുക്ക് അറിയാൻ പറ്റും. ആൻഡ് ഇമ്പ്യൂരിറ്റീസ് ഐഡൻറ്റിഫിക്കേഷനിലൊക്കെ നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യാറുണ്ട്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് മാസ് സ്പെക്ട്രോസ്കോപ്പി ആണ്. സോ മാസ് സ്പെക്ട്രോസ്കോപ്പി കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഹൈ ആയിട്ടുള്ള സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു സ്പെസിഫിക് ആയിട്ട് നമുക്ക് ഡ്രഗ്സുകൾ നമുക്ക് അറിയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് മാസ് സ്പെക്ട്രോസ്കോപ്പി എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഇപ്പോൾ ഡ്രഗ്സിൻ്റെ മെറ്റബോളൈറ്റ്സുകൾ അല്ലെങ്കിൽ ഒരുപാട് നമുക്ക് ചില സമയങ്ങളിൽ ട്രേസ് എമൗണ്ടുകളിലൊക്കെ നമുക്ക് അറിയേണ്ടി വരും ഡ്രഗ്സുകളുടെ ക്വാണ്ടിറ്റിയും ഒക്കെ. സോ ഇതൊക്കെ ക്വാണ്ടിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഹൈ സെൻസിറ്റീവ് ആയിട്ടുള്ള ഡ്രഗിനൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ടെക്നിക്സ് ആണ് മാസ് സ്പെക്ട്രോസ്കോപ്പി എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് സ്പെക്ട്രോസ്കോപ്പിക് മെത്തേഡ്സ് എന്ന് പറയാം. വൺ നമ്മൾ പറയാൻ പോകുന്ന വാലിഡേഷൻ ഓഫ് അനലിറ്റിക്കൽ മെത്തേഡ്സ് ആണ്. അപ്പോൾ നമുക്ക് ഈ വാലിഡേഷൻ നമ്മൾ നെക്സ്റ്റ് ചാപ്റ്ററിൽ കാര്യമായിട്ട് പഠിക്കുന്നുണ്ട്. എന്നാലും ഞാൻ ഇവിടെ ജസ്റ്റ് പറയാം. ഫസ്റ്റ് വൺ ഈസ് ആക്യുറസി ആണ്. എന്താ ഡെഫിനേഷൻ? മെഷേഴ്സ് ഹൗ ക്ലോസ് ദ എക്സ്പെരിമെന്റൽ റിസൾട്ട്സ് ആർ ട്രൂ വാല്യൂ. അതായത് എത്രത്തോളം എക്സ്പെരിമെൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ട്രൂ വാല്യൂ കിട്ടുന്ന അല്ലെങ്കിൽ ഒരു ക്ലോസസ്റ്റ് വാല്യൂവിനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അല്ലേ. ഓഫൺ അസസ് ത്രൂ എ റിക്കവറി സ്റ്റഡി ആൻഡ് കമ്പാരിസൺ വിത്ത് റെഫറൻസ് സ്റ്റാൻഡേർഡ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം നമുക്ക് ഒരു റെഫറൻസ് സ്റ്റാൻഡേർഡ് ഉണ്ടായിരിക്കും. നമ്മൾ എക്സ്പെരിമെൻറ്റ് ചെയ്യുമ്പോൾ ആ റെഫറൻസുമായിട്ട് എത്രത്തോളം മാച്ച് ചെയ്യും നമ്മൾ നോക്കുക അല്ലേ. ഇപ്പോൾ നമ്മൾ എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ പോവുകയാണ്, X1 X2 X3 എന്നൊരു എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ പോവുകയാണ്. എല്ലാ എക്സ്പെരിമെൻറ്റും ചെയ്യുമ്പം എനിക്ക് 2 എന്നൊരു വാല്യൂ കിട്ടുന്നുണ്ട്. ദാറ്റ്സ് കോൾഡ് ആക്യുറസി. ഇനി പ്രിസിഷൻ ആണ്. ഇവാലുവേറ്റ് ദ റീപ്രൊഡ്യൂസിബിലിറ്റി ഓഫ് റിസൾട്ട് അണ്ടർ ദ സെയിം കണ്ടീഷൻ ഇൻക്ലൂഡിംഗ് റിപ്പീറ്റബിലിറ്റി ആൻഡ് ഇന്റർമീഡിയറ്റ് പ്രിസിഷൻ അസസ്മെന്റ്. അപ്പോൾ പ്രിസിഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ വീണ്ടും വീണ്ടും ഇവാലുവേറ്റ് ചെയ്യണം. റീപ്രൊഡ്യൂസിബിലിറ്റി ഉണ്ട്, നമ്മൾ വീണ്ടും വീണ്ടും സെയിം കണ്ടീഷനിൽ റിപ്പീറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇപ്പം വേണമെങ്കിൽ ഇന്ന് ചെയ്യാം, നാളെ ചെയ്യാം, മറ്റന്നാൾ ചെയ്യാം. അപ്പം നമ്മൾ എത്രത്തോളം അത് റീപ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, സെയിം കണ്ടീഷൻ വെക്കുമ്പോൾ എത്രത്തോളം അത് റീപ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതിനെ പറ്റിയിട്ട് നമ്മൾ അസസ്മെന്റ് നടത്തുന്നതിനാണ് നമ്മൾ പ്രിസിഷൻ എന്ന് പറയുക. സോ നെക്സ്റ്റ് വൺ സ്പെസിഫിസിറ്റി ആണ്. എത്രത്തോളം മെഷർമെന്റ് ആക്യുറേറ്റ് ആണ് എന്നുള്ളതാണ് നമ്മളിവിടെ ബേസിക്കലി നമ്മൾ നോക്കുന്നത്. നമ്മൾ എത്രത്തോളം ഈ നമ്മൾ പറഞ്ഞ ഈ കമ്പോണൻസ് ആയിക്കോട്ടെ, ഇമ്പ്യൂരിറ്റീസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇപ്പം അങ്ങനെയുള്ള നമുക്ക് സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് കൂടുതൽ നമ്മൾ സ്പെസിഫിസിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് എൻഷുവർ ദാറ്റ് ദ മെത്തേഡ് കൻ ആക്യുറേറ്റ്ലി മെഷർ ദ അൺലൈക്ക് ഇൻ ദ പ്രസൻസ് ഓഫ് അതർ കമ്പോണൻറ്റ്. അത് മറ്റുള്ള കമ്പോണൻസുകൾ ഇപ്പം ഇമ്പ്യൂരിറ്റി എത്രത്തോളം സ്പെസിഫിക് ആണ്, അല്ലെങ്കിൽ എത്ര സ്പെസിഫിക് ആയിട്ട് ഇമ്പ്യൂരിറ്റീസ് ഉണ്ട്, അല്ലെങ്കിൽ എത്രത്തോളം മറ്റുള്ള കമ്പോണൻസ് അവൈലബിൾ ആണ് എന്ന് പറയുന്നതാണ് പറയുന്നത് സ്പെസിഫിസിറ്റി. സോ ഇത് നമ്മൾ കൂടുതൽ ഫർദർലി എക്സ്പ്ലെയിൻ ചെയ്ത് നെക്സ്റ്റ് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ കൺഫ്യൂസ്ഡ് ആയി പോകണ്ട. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് റോബസ്റ്റ്നെസ്. സോ ഇവിടെ നമ്മൾ ചെയ്യുന്ന ടെസ്റ്റ് ദ റിലയബിലിറ്റി ഓഫ് ദ മെത്തേഡ് വെൻ സ്മോൾ ഡെലിബറേറ്റ് ചേഞ്ച് ആർ മെയ്ഡ് ടു ദ എക്സ്പെരിമെന്റ് പാരാമീറ്റേഴ്സ് എൻഷുറിംഗ് ദാറ്റ് ദ മെത്തേഡ് ഈസ് സ്യൂട്ടബിൾ ഫോർ റൂട്ടീൻ യൂസ്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്ന ചെറിയ മാറ്റങ്ങളോ അല്ലെങ്കിൽ ചെറിയതായിട്ടുള്ള എന്തെങ്കിലും വ്യത്യാസങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ ഈ പാരാമീറ്റേഴ്സിനെ നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഇനി വരുന്ന ഫർദർ റുട്ടീൻ യൂസ് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുമോ ഇല്ലയോ എന്ന് തിരിച്ചറിയുന്ന ഒരു ടെസ്റ്റിനെയാണ് നമ്മൾ റോബസ്റ്റ്നെസ് എന്ന് പറയുന്നത്. നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് നോക്കേണ്ട തരത്തിലുള്ള ടെസ്റ്റുകളെയാണ് നമ്മൾ റോബസ്റ്റ്നെസ് എന്ന് പറയുന്നത്. അപ്പം ആക്യുറസി, പ്രിസിഷൻ, സ്പെസിഫിസിറ്റി ആൻഡ് റോബസ്റ്റ്നെസ്. സോ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആയി പോകും, പ്രശ്നമില്ല. നെക്സ്റ്റ് ചാപ്റ്റർ വരുമ്പോൾ ഇച്ചിരി നിങ്ങൾക്ക് എളുപ്പമായിട്ട് തോന്നും. സോ ക്വാളിറ്റി കൺട്രോൾ ആൻഡ് ക്വാളിറ്റി അഷ്വറൻസിൻ്റെ കാര്യമാണ് നമ്മൾ പറയുന്നത്. സോ ആസ്പെക്ട്സ് ആണ് നമ്മൾ എങ്ങനെയാണ് ഫോക്കസ് ചെയ്യുന്നത്, ടൈമിംഗ് എങ്ങനെ, റെസ്പോൺസിബിലിറ്റി ആരാണ്, അപ്രോച്ച് എങ്ങനെയാണ് നമുക്ക് നോക്കാം. സോ ക്വാളിറ്റി കൺട്രോൾ എന്ന് വെച്ചാൽ എപ്പോഴും പ്രൊഡക്റ്റ് ഓറിയൻ്റ് ആയിരിക്കും. നമ്മൾ ഓരോ പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കുന്ന സമയത്തും ആ പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ടിരിക്കും. എന്നാൽ ക്വാളിറ്റി അഷ്വറൻസ് അങ്ങനെയല്ല, പ്രോസസ്സ് ഓറിയൻ്റ് ആണ്. ആ പ്രോസസ്സുകൾ എങ്ങനെ ചെയ്യുന്നു. ഇപ്പോൾ എക്സാമ്പിൾ നമുക്ക് ചായക്കടയിൽ ചായ ഉണ്ടാക്കണം. സോ ചായയിലെ പാല് അല്ലെങ്കിൽ പഞ്ചസാരയാണ് ക്വാളിറ്റി കൺട്രോൾ. ഇനി ക്വാളിറ്റി അഷ്വറൻസ് ചായ ഒഴിക്കുന്നു,
പഞ്ചസാര ഇടുന്നു, തേയിലിടുന്നു. ഈ പ്രോസസ്സിനെയാണ് നമ്മൾ ബേസിക്കലി ക്വാളിറ്റി കൺട്രോളുമായിട്ട് നമ്മൾ ബന്ധപ്പെടുന്നത്. ഇതിന് ടൈമിംഗ് ആണ് എപ്പോഴും ആഫ്റ്റർ പ്രൊഡക്ഷന് ശേഷം, ചായ ഉണ്ടാക്കുന്നതിന് ശേഷമാണ് ക്വാളിറ്റി കൺട്രോൾ ചെയ്യുക. ഇനി ക്വാളിറ്റി അഷുറൻസ് ആണെങ്കിലോ പ്രൊഡക്ഷന് മുന്നേ റോ മെറ്റീരിയൽസ് വാങ്ങുന്നു, അല്ലെങ്കിൽ പ്രോസസ്സ് ചെയ്യുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലേ. സോ നെക്സ്റ്റ് വൺ ഇസ് റെസ്പോൺസിബിലിറ്റി ആണ്. ക്വാളിറ്റി കൺട്രോൾ ആരാണ്? ക്വാളിറ്റി കൺട്രോൾ ഡിപ്പാർട്ട്മെൻറ്റും ക്വാളിറ്റി അഷുറൻസ് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും. ക്വാളിറ്റി കൺട്രോൾ ഡിപ്പാർട്ട്മെൻറ്റ് പോലും ക്വാളിറ്റി അഷുറൻസ് ചെക്ക് ചെയ്യണം എന്നുള്ളതാണ്. അപ്രോച്ച് പറയുവാണെങ്കിൽ റിയാക്റ്റീവ് ആയിട്ടായിരിക്കണം എപ്പോഴും ഉണ്ടായിരിക്കേണ്ടത്. ക്വാളിറ്റി അഷുറൻസ് അങ്ങനെ പ്രോ ആക്റ്റീവ് ത്രൂ ഔട്ട് ഓൾ ദ മെത്തേഡ്സ്, ത്രൂ ഔട്ട് ഓൾ ദ സ്റ്റെപ്സ് ദേ ഹാവ് ടു ബി പ്രോ ആക്റ്റീവ് അല്ലേ. ത്രൂ ഔട്ട് അങ്ങനെ ആയിരിക്കണം, എന്നാൽ മാത്രമേ നമുക്കത് അഷ്യൂർ ചെയ്യാൻ പറ്റുള്ളൂ. സോ ഫ്യൂച്ചർ ട്രെൻഡ്സ് ആണ്. സോ നമുക്ക് എല്ലാവർക്കും അറിയാം, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആയാലും മെഷീൻ ലേണിംഗ് ആയാലും അല്ലെങ്കിൽ റിയൽ ടൈം അനാലിസിനൊക്കെ നമ്മൾ ഒരുപാട് തരത്തിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സ്റ്റഡീസ് വരാൻ വരാനിരിക്കുന്നുണ്ട്. സോ അങ്ങനെ ഒരുപാട് നമ്മളെ ഫ്യൂച്ചർ ട്രെൻഡ്സുകളിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. സോ ബേസിക്കലി നമ്മൾ ഒരുപാട് തരത്തിൽ ഹെൽപ്പ് ചെയ്യുന്നുമുണ്ട്. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിനകത്ത് പറയാനുള്ളത്. സോ നന്നായിട്ട് ഇൻട്രൊഡക്ഷൻ വായിക്കുക, നോട്ടുകൾ കേൾക്കുക. സോ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും, ക്ലിയർ കട്ട് ഐഡിയ കിട്ടും. നമുക്ക് നെക്സ്റ്റ് വരുന്ന ചാപ്റ്റേഴ്സിൽ ഇച്ചിരി കൂടെ ഇലാബറേറ്റ് ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. സോ നെക്സ്റ്റ് കാണാം. താങ്ക് യു.